എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നലെ ചിത് ശക്തി വിലാസ് എന്നുള്ള ബുക്കിൻ്റെ ഇൻട്രഡക്ഷൻ ആയിരുന്നു. എല്ലാവരും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇതിൽ സ്വാമി മുക്താനന്ദ പറയുന്നത് മെഡിറ്റേഷൻ്റെയും ദൈവത്തിനെ നമ്മൾ അറിയാൻ ശ്രമിക്കുന്നതിൻ്റെ അത്യാവശ്യവുമാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, അതായത് ഇത് 93-ാമത്തെ വീഡിയോ ആണ്. അതിൽ ബുക്ക് 1 പാർട്ട് 1 ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗോഡ് റിയലൈസേഷൻ, അതായത് ദൈവത്തിനെ നമ്മൾ അറിയണം, അതിൻ്റെ ആവശ്യം എന്തുവാ, ദൈവത്തിനെ അറിയേണ്ട ആവശ്യം എന്തുവാ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കിയത് പറയുന്നത്. അപ്പം അദ്ദേഹം പറയുന്നത് എല്ലാവരും സദാസർവകാലവും എല്ലാവരെക്കുറിച്ചും കംപ്ലൈൻറ്റ് ചെയ്യുന്നു. ലോകം ശരിയല്ല, ലോകത്തിലുള്ള ആൾക്കാർ ശരിയല്ല, ലോകത്തിൽ നടക്കുന്നതൊന്നും ശരിയല്ല, അതില്ല ഇതില്ല, ദൈവം നമുക്ക് പനിഷ്മെൻറ്റ് തരുന്നു. അങ്ങനെ ദൈവത്തിനെ തൊട്ട് തുടങ്ങി എല്ലാവരെയും നമ്മൾ കുറ്റം പറയുന്നു. പക്ഷേ അത് ഒരു കാര്യം നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് എന്നാണ് സ്വാമി മുക്താനന്ദ പറയുന്നത്. ഏത് കാര്യം? നമ്മൾ ഇട്ട വിത്താണ് നമുക്ക് അത് വലിയ വൃക്ഷമായിട്ട് വരുന്നത്. അതായത് ഇംഗ്ലീഷിൽ പറയും വാട്ട് വി സോ യു റീപ്. അതായത് നമ്മളൊരു വിത്തിട്ടു, അതായത് ഒരു ആപ്പിൾ ട്രീയുടെ വിത്തിട്ടാൽ ആപ്പിൾ മരം വലിയ കിളിക്കത്തുള്ളൂ. അപ്പം ഈ കാര്യം ഞാൻ ഇവിടെ ഒരുപാട് പറയേണ്ട കാര്യമില്ല. എന്താ വെച്ചാൽ നമ്മൾ കർമാന്ന് 21 വീഡിയോസിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി. അപ്പം നിങ്ങൾക്കും എല്ലാം അത് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഇതിൽ നമുക്ക് ഇനി ഒരുപാട് പാഠങ്ങളൊന്നും പഠിക്കാനില്ല. നമ്മൾ എന്ത് ചെയ്തോ, നമ്മളുടെ സഞ്ചിത കർമ്മ പ്രാരാബ്ധ കർമ്മ അനുസരിച്ചാണ് നമുക്ക് ഈ ഭൂലോകത്ത് ഈ ജന്മത്ത് നമ്മൾക്ക് കിട്ടുന്ന നന്മകളും തിന്മകളും. അത് നമുക്ക് അറിയാം. അതുകൊണ്ട് അപ്പം എന്തോ ചെയ്യണം? നമ്മൾ ഇനി ആരെയും കുറ്റം പറയണ്ട. ലോകത്തിനെയോ ദൈവത്തിനെയോ നമ്മളെ ചുറ്റുമുള്ള ആൾക്കാരെയോ ആരെയും നമ്മൾ കുറ്റം പറയണ്ട എന്നുള്ളതാണ് സ്വാമി മുക്താനന്ദയുടെയും അഭിപ്രായം. അപ്പം അദ്ദേഹം പറയുന്നത് ഈ ലോകത്ത് നടക്കുന്ന എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. നമുക്ക് കിട്ടുന്ന എല്ലാമേ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അത് അല്ലാതെ ദൈവം നമ്മളെ ശപിക്കുന്നു, നമുക്ക് പനിഷ്മെൻറ്റ് തരുന്നു എന്നൊന്നും നമ്മൾ പറയുന്നുണ്ട്. എല്ലാമേ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു വെളിപ്പാടാണ് എന്നാണ് പറയുന്നത്. അപ്പം ഈ വേദാന്തത്തിൽ പറയുന്ന പോലെ സർവം കൽവിതം ബ്രഹ്മ, സർവം കൽവിതം ബ്രഹ്മ എന്ന് പറയുന്നത്, അപ്പം എല്ലാമേ ബ്രഹ്മനാണ്, എല്ലാമേ ദൈവമാണ്. എവറിത്തിങ് ഇസ് ഗോഡ് എന്നാണ് സ്വാമി മുക്താനന്ദ പറയുന്നത്. അപ്പം ദൈവത്തിനെ നമ്മൾ അറിയണമെങ്കിൽ, ഉണരണമെങ്കിൽ ആദ്യം നമുക്ക് നമ്മളെ അറിയണം. അപ്പം സെൽഫ് റിയലൈസേഷൻ, നമ്മളെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ദൈവത്തിനെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഇദ്ദേഹം പറയുന്നത് ഒരു ചെറിയ ഉദാഹരണത്തോടു കൂടി ഞാൻ പറയാം. ഇപ്പം ഒരു 3 കിലോയുടെ വലിയ ഒരു ബർത്ത്ഡേ കേക്ക് വാങ്ങിക്കുന്നു. ആ മൊത്തം കേക്കും കഴിച്ചാലേ എനിക്ക് ആ കേക്കിൻ്റെ രുചി മനസ്സിലാവത്തുള്ളൂ എന്ന് പറയുമോ നമ്മൾ? അല്ല, എല്ലാവരും ഒരു ചെറിയ ചെറിയ പീസാണ് എടുത്ത് കഴിക്കുന്നത്. അപ്പം ഈ ചെറിയ പീസ് കഴിച്ചാൽ ആ കേക്ക് എത്ര നന്നായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈ ചെറിയ പീസ് എന്നുള്ളത് നമ്മുടെ ജീവാത്മ, നമ്മുടെ ദേഹത്തുള്ള ആത്മ, ജീവാത്മ. വലിയ കേക്ക് എന്ന് പറയുന്നത് ഈ ലോകത്തിനെ സൃഷ്ടിച്ച ക്രിയേറ്റർ, നമ്മളെയും ഈ ലോകത്തിനെയും ഈ അണ്ടശരാശരങ്ങളെയും യൂണിവേഴ്സിനെയും കോസ്മോസിനെയും എല്ലാം ഉണ്ടാക്കിയ ക്രിയേറ്റർ, അതാണ് നമ്മൾ ദൈവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ ക്രിയേറ്റർ, നമ്മുടെ ക്രിയേറ്റർ,
നമ്മുടെ ഈ ലോകത്തിൻ്റെ ക്രിയേറ്റർ, ഈ യൂണിവേഴ്സിൻ്റെ ക്രിയേറ്ററിനെയാണ് നമ്മൾ വലിയ കേക്കായിട്ട് വിചാരിക്കേണ്ടത്. അപ്പം നമ്മൾ ചെറിയ കേക്കായ ഈ ജീവാത്മാവിനെ നമ്മൾ മനസ്സിലാക്കിയാൽ അതേ തന്നെയാണ് ആ വലിയ കേക്കിലും ഉള്ളത്. വലിയ കേക്കിൻ്റെ ഗുണങ്ങളാണ് ചെറിയ കേക്കിലും ഉള്ളത്, ഇല്ലേ, പീസിലും ഉള്ളത്. അതുപോലെ നമ്മുടെ ജീവാത്മാവിനെ നമ്മൾ അറിഞ്ഞാൽ നമുക്ക് പരമാത്മാവിനെ അറിയാൻ വലിയ പ്രയാസം കാണത്തില്ല. പക്ഷേ അത് അറിഞ്ഞിരിക്കണം, അതറിയാൻ നമ്മൾ ശ്രമിക്കണം എന്നാണ് സ്വാമി മുക്താനന്ദ നമ്മളെടുത്ത് ആവശ്യപ്പെടുന്നത്. ഓക്കെ, അപ്പം ഇതിൽ ഇപ്പം ബുക്ക് 1 പാർട്ട് 1 അതിൽ ഫസ്റ്റ് ചാപ്റ്റർ 9 ചാപ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഈ ഒന്നാമത്തെ ചാപ്റ്റർ എന്താണെന്ന് വെച്ചാൽ ദ നെസസിറ്റി ഓഫ് മെഡിറ്റേഷൻ ഫോർ ഹാപ്പിനെസ് ഇൻ ദ വേൾഡ്. നെസസിറ്റി ഓഫ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഫോർ ഹാപ്പിനെസ് ഇൻ ദ വേൾഡ്. ഈ ഭൂമിയിലെ ഈ ജന്മത്ത് നമ്മൾ സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യണം, ധ്യാനം ചെയ്യണം എന്നാണ് സ്വാമി മുക്താനന്ദ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മെഡിറ്റേഷനിൽ കൂടെ ദൈവത്തിനെ കണ്ടതാണ്, സ്വയം മനസ്സിലാക്കിയെടുത്തതാണ്, ദൈവത്തിനെ കണ്ടതാണ്, ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയ ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹം പറയുമ്പം തീർച്ചയായിട്ടും നമ്മൾ അതിനെ മാനിക്കണം, ഫോളോ ചെയ്യണം. അപ്പോഴേ നമുക്കും അങ്ങനെ ഒരു അനുഭവം കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം അദ്ദേഹത്തിനെ നമുക്ക് ഗുരുവായിട്ട് എടുക്കാം. ഓക്കെ, അപ്പം അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ട് നിങ്ങളെ മെഡിറ്റേഷൻ ചെയ്യണമെന്ന് പറയുന്നേ. വൈ ഷുഡ് വി മെഡിറ്റേറ്റ്? നമ്മൾ എന്തുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യണം? അതായത് അദ്ദേഹം പറയുന്നത് ഈ ദേഹത്തിനെ നോക്ക്. ഈ ദേഹം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഒരു അതിശയത്തിലും അതിശയമാണ്. സത്യത്തിലും പറയാൻ പോയാൽ ഈ ബുക്ക് റിവ്യൂ, കർമ്മ ഇതൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ കുറേ സ്പിരിച്വാലിറ്റിക്ക് വേണ്ടിയ പ്രിപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസ് ഇട്ടല്ലോ. അതിൽ തന്നെ ഞാൻ ഇങ്ങനെ ഒരു നമ്മുടെ ദേഹത്തിനെ കുറിച്ചും നമ്മുടെ ബുദ്ധി, അതായത് സയൻറ്റിഫിക്കായിട്ട് ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചു. അത് പിന്നെ ഞാൻ വിചാരിച്ചു ശരി വേറൊരു സമയത്താവട്ടെ, ഒരുപാട് സയൻസ് ഇതിൽ കൊണ്ടുവരണ്ട, സ്പിരിച്വൽ ലെവലിലേ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചാണ് അത് വിട്ടത്. എന്തായിരുന്നാലും ഞാൻ അത് ഒരു വീഡിയോ ആയിട്ട് എടുക്കും. അതായത് അത് എന്തുവാന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹം തന്നെ ഒരു മാർവലസ് മെഷീനാണ്. അപ്പം അതിനെ നമ്മൾ മനസ്സിലാക്കി എടുത്താൽ നമുക്ക് ആ മെഷീനെ ഉണ്ടാക്കിയ ഈ ദേഹത്തിനെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവിനെ, ക്രിയേറ്ററിനെ നമുക്ക് വിചാരിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മളെ അറിയാണ്ട് തന്നെ തൊഴുതു പോകും. ഓക്കെ, അത്രയ്ക്ക് നല്ല ഒരു മെഷീനാണ് ഇത്. നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിനെ കാണുന്നു, ലാപ്ടോപ്പിനെ കാണുന്നു, പാം ടാപ്പിനെ കാണുന്നു, മൊബൈൽ ഉപയോഗിക്കുന്നു, അതെല്ലാം ആഹാ ഓഹോ എന്ന് പറയുന്നു. അതൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ഒരു പടം കണ്ട് ഞാൻ, പടം എന്ന് വെച്ചാൽ സിനിമയല്ല, ഒരു വാട്സപ്പിൽ ഒരു ചെറിയ ഒരു റൈറ്റപ്പ്, ഒരു വലിയ റോബോട്ട് ഒരു ചെറിയ റോബോട്ടിൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് പോന്നു. പോയിട്ട് നമ്മളുടെ ഈ തലച്ചോറിൻ്റെ ഒരു ഫോട്ടോ, ഒരു മോഡൽ എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുക, ഇതാണ് നമ്മളുടെ സൃഷ്ടികർത്താവ്, ഇതാണ് നമ്മുടെ അച്ഛൻ എന്ന് കാണിച്ചു തരുന്നു. അപ്പം ഈ ചെറിയ ഈ തലച്ചോറ് നമ്മളുടെ ബുദ്ധി കൊണ്ടാണ് നമ്മൾ റോബോട്ടിനെയൊക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, അതിനെയേ റോബോട്ട് പറയുന്ന സൃഷ്ടികർത്താവ്. സത്യം തന്നെയാണ്. നമ്മളുടെ ബുദ്ധിയിൽ നിന്ന് കിട്ടിയത് ഐഡിയാസ് ആണല്ലോ ഈ റോബോട്ടായിട്ട് വരുന്നത്. അങ്ങനെ ഉള്ളപ്പം ഈ ലോകത്തിലുള്ള ഇത്രയും കാര്യങ്ങളും നമ്മുടെ ദേഹത്തിനെയും കൂടെ എടുത്താൽ ഇതിനെയൊക്കെ സൃഷ്ടിച്ച ആ ദൈവത്തിനെ, ആ ക്രിയേറ്ററിനെ, ആ സൃഷ്ടികർത്താവിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാതിരിക്കാൻ പറ്റും? നമുക്ക് എങ്ങനെ അതിശയിക്കാതിരിക്കാൻ പറ്റും? അപ്പം ഇതിനെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇപ്പം നമ്മളുടെ മെഡിറ്റേഷൻ ചെയ്താലേ ഈ ദേഹത്തിനകത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അകത്ത് എന്തൊക്കെയോ നടക്കുന്നു, പക്ഷെ നമുക്കതൊന്നും അറിയുന്നില്ല. അതൊക്കെ കാണണമെങ്കിൽ, അതൊക്കെ അറിഞ്ഞ് അതിശയിച്ച് നിങ്ങൾ വായടച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്താലേ മതി. അത് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കും എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം പറയുന്നത് ഉള്ളിലോട്ട് തിരിഞ്ഞു നോക്കണം. നമ്മൾ ഈ 5 സെൻസ് ഓർഗൻ, പഞ്ചേന്ദ്രിയങ്ങൾ വെച്ച് നമ്മൾ ഇങ്ങനെ വെളിയിൽ പുറ ലോകത്ത് എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ കാണാം, എന്തൊക്കെ കേൾക്കാം, എന്തൊക്കെ രസിക്കാം
എന്തൊക്കെ കഴിക്കാം, എങ്ങനെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങാം. 5 സെൻസ് ഓർഗൻസിനെ കുറിച്ചും അദ്ദേഹം നല്ല വിവരമായിട്ട് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഈ 5 സെൻസ് ഓർഗൻസിനെ വെച്ചുകൊണ്ട് ഇങ്ങനെ അലഞ്ഞ് തിരിയുവാണ്. പുറലോകത്ത് എന്തൊക്കെയാ കിട്ടുന്നത്, എങ്ങനെയൊക്കെ സുഖസൗകര്യത്തോട് ജീവിക്കാവുന്ന. പക്ഷെ അദ്ദേഹം പറയുന്നത് അതെല്ലാം വിട്, അതെല്ലാം വിട്ടിട്ട് അകലോകത്ത് തിരിഞ്ഞു നോക്ക്, ഉള്ളിലോട്ട് തിരിഞ്ഞു നോക്ക്, അകത്തോട്ട് നോക്ക്. ആ ഇന്നർ വേൾഡ്, എക്സ്റ്റേണൽ വേൾഡ് അല്ല, ഈ ഇന്നർ വേൾഡിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയോ കണ്ട് രസിക്കാം. എല്ലാ അനുഭവങ്ങളും നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അതിന് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തേ പറ്റൂ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ദേഹം തന്നെ ഒരു കലവറയാണ്. നമ്മുടെ ദേഹം, അതേപോലെ മനുഷ്യൻ, നമ്മുടെ മനസ്സ്, അത് തന്നെ എത്രയോ ഗുണങ്ങളുള്ള ഒരു കലവറയാണ്. അപ്പൊ അതിൻ്റെയൊക്കെ കളികളും അതിൻ്റെയൊക്കെ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തേ പറ്റൂ, അതായത് ധ്യാനം ചെയ്തേ പറ്റൂ. നിങ്ങൾ ധ്യാനം ചെയ്യാറില്ല, എന്തുവാ, നിങ്ങളുടെ ദേഹത്തിനെ കാത്തു സൂക്ഷിക്കാറില്ല, കണ്ടമാനം വെളിയിൽ പോവുക, കടയിൽ പോവുക, കണ്ടതും വാങ്ങിച്ച് കഴിക്കുക, പിന്നെ BP ആണ്, ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്, അങ്ങനെ ഇങ്ങനെന്നൊക്കെ നിങ്ങൾ കുറ്റം പറയുന്നു, ദൈവത്തിനെയും കുറ്റം പറയുന്നു. അങ്ങനെയൊക്കെ നിങ്ങൾ എന്തുവാ, ഒരു നല്ല കാര്യങ്ങൾ ചെയ്യാറില്ല, നല്ല വാക്കുകൾ പറയാറില്ല. ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഈ ജീവിതം, ഈ ലോകത്ത് ഈ ജീവിതം നല്ല രീതിയിൽ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ അത് എങ്ങനെ നടക്കും എന്നാണ് അദ്ദേഹം നമ്മളോട് ചോദ്യം ചോദിക്കുന്നത്. അപ്പം അദ്ദേഹം പറയുന്നത്, ശരി, നിങ്ങൾക്ക് മറ്റ് ലോകങ്ങളെക്കുറിച്ചൊന്നും അറിഞ്ഞില്ലെങ്കിൽ സാരമില്ല, ഈ ഭൂമിയിൽ ഒരു ജന്മം എടുത്തല്ലോ, ഈ ജന്മത്ത് നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ തന്നെ നിങ്ങൾ ധ്യാനം ചെയ്തേ പറ്റൂ. അറ്റ്ലീസ്റ്റ് യു മെഡിറ്റേറ്റ് ടു സാറ്റിസ്ഫൈ യുവർ ഡിസയർ ഫോർ വേൾഡ്ലി ഓബ്ജക്ട്സ്. ഓക്കെ, നിങ്ങൾ ഈ ലോകത്ത് തന്നെ ജീവിക്കുന്നു. അപ്പൊ ഈ ലോകത്ത് നിങ്ങൾക്ക് കാശ് വേണം, പണം വേണം, പദവി വേണം, അന്തസ്സ് വേണം, അംഗീകാരം വേണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ കിട്ടണമെങ്കിൽ കൂടെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തേ പറ്റൂ. അതിനായിട്ടെങ്കിലും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളെ അറിയണ്ട, ദൈവത്തിനെ അറിയണ്ട, ബാക്കി വലിയ വേറെ ലോകങ്ങളിലൊന്നും സഞ്ചരിക്കണ്ട, അതെല്ലാം വിട്. അറ്റ്ലീസ്റ്റ് ഈ ജന്മം എടുത്ത സ്ഥിതിക്ക് ഈ ജന്മത്ത് നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ധ്യാനം ചെയ്തേ പറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അദ്ദേഹം പറയുന്നത്, ഈ ധ്യാനം ചെയ്യാനേ മതം, എന്തുവാ, റിലിജൻ, അതായത് മതം, ജാതി, പൊളിറ്റിക്കൽ പവർ, പഠിച്ചതോ പഠിക്കാത്തതോ, നീ രാജാവാണോ അല്ലെങ്കിൽ ഭിക്ഷക്കാരനാണോ, ഏത് രീതിയിൽ നീ ജോലിക്ക് പോകുന്നോ, വീട്ടമ്മയായിട്ടിരിക്കുന്നോ, നീ ഡോക്ടറാണോ, പേഷ്യൻ്റ് ആണോ, ഇതൊന്നുമേ ഒരു വിഷയമല്ല. ആർക്ക് വേണമെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാം. മനുഷ്യനായിട്ട് ജന്മം എടുത്ത ആർക്ക് വേണമെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാം. ഇത് തന്നെയാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്, നമ്മൾ എല്ലാവർക്കും മുക്തി കിട്ടാനുള്ള പ്രോബബിലിറ്റി, സാധ്യങ്ങൾ ഉണ്ട്. പക്ഷെ അത് ഏത് ജന്മത്താ എപ്പോഴാന്നുള്ളതാണ് നമുക്ക് അറിഞ്ഞുകൂടാത്തത്. അതിനു വേണ്ടിയാണ് നമ്മൾ പ്രയത്നിക്കണമെന്ന് നേരത്തെയും നമ്മൾ ശ്രമിക്കണം, അതിനുവേണ്ടി ശ്രമിക്കണം. അതാണ് നമ്മൾ നേരത്തെയും കണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾ ജസ്റ്റ് മെഡിറ്റേഷൻ ചെയ്യും. നിങ്ങളുടെ ദേഹത്ത് ഉറങ്ങിക്കിടക്കുന്ന ആ ചിത് ശക്തി എന്ന് പറയുന്ന ചിത് ശക്തി എന്ന് പറയുന്നത് ആ കുണ്ടലിനി ശക്തിയാണ്. ആ കുണ്ടലിനി ശക്തി ഉണർന്നാൽ എന്ന് വെച്ചാൽ ഇപ്പൊ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തി ഉണർന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവങ്ങളൊക്കെ വേറെയാണ്. അപ്പം നിങ്ങളുടെ വലത് കാതിൽ ഓംകാരനാദം കേൾക്കും. നിങ്ങൾ വലത് കാതിൽ ആ ഓംകാരനാദം കേട്ട് അതിൽ ലയിച്ച് മെഡിറ്റേഷനിൽ ഇരിക്കുമ്പം നിങ്ങൾക്ക് അമൃതം ചൊട്ടായിട്ട് നിങ്ങളുടെ അകത്ത് അണ്ണാക്കിൽ വന്ന് വീഴും. ഓരോ ചൊട്ടും, എവറി ഡ്രോപ്പ് ഈസ് വർത്ത് മില്യൺ. അതായത് കോടാനുകോടി രൂപ കൊടുത്താലും പോലും കിട്ടാത്തതാണ് ഈ ഒരു ചൊട്ട് അമൃതം. ഓക്കെ, അത്രയ്ക്ക്
പിടിപ്പുള്ള വില പറയാൻ പറ്റാത്ത ഒരു സംഗതിയാണ് ഈ ഓംകാരനാഥൻ നമുക്കുള്ളിൽ നമ്മളുടെ വലത് കാതിൽ കേൾക്കുന്നതും ഈ തൊണ്ടയ്ക്കകത്ത് ആ അമൃതം ചൊട്ടുന്നതും ഒക്കെ. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം കിട്ടുമ്പം ആ അമ്മ നമ്മുടെ ദേഹത്തുള്ള അമ്മ ഉണരുമ്പം ആ കുണ്ടലിനി ശക്തി ശക്തി എന്ന് പറയുന്നത് കുണ്ടലിനി ശക്തി. ആ കുണ്ടലിനി ശക്തി ഉണരുമ്പം അതിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളൊക്കെ വേറെയാണ്. അപ്പം അങ്ങനെയൊക്കെ ഒരു അനുഭവം കിട്ടുമ്പം ഞാന് എൻ്റെ എന്നുള്ള സകല കാര്യവും മാറും. അപ്പം നമ്മൾ സെൽഫിഷായിട്ട് അതിന് പിന്നെ ഇരിക്കാനേ പറ്റൂല. അപ്പം ആ ശക്തിയുടെ അനുഗ്രഹം 72,000 നാഡികളിലും പ്രവാഹമായിട്ട് ഒഴുകും. അങ്ങനെ ഒഴുകുമ്പം ഏത് റിലേഷൻഷിപ്പും നമ്മളെ ചുറ്റിയുള്ളതും എല്ലാമേ നമുക്ക് സന്തോഷകരമായിട്ടായിരിക്കും. അങ്ങനെ ഒരു സ്റ്റേജ് നിങ്ങൾക്ക് എത്തണം. അതിന് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തേ പറ്റൂ. അതായത് ഓൾ ഓഫ് യു മെഡിറ്റേറ്റ് ഫോർ യുവർ ഡെയിലി നീഡ്സ്. നമ്മളുടെ അന്നത്തെ അത്യാവശ്യ കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ പോലും നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യണം. അതുമാത്രമല്ല, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് റെസ്റ്റ് കിട്ടുന്നുണ്ട്. ഒരു മണിക്കൂർ രാവിലെയും വൈകുന്നേരവും ഇരുന്നാൽ 2 മണിക്കൂർ, 24 മണിക്കൂറിൽ 2 മണിക്കൂർ നല്ലപോലെ റെസ്റ്റ് കിട്ടുന്നുണ്ട്. ആ സമയത്ത് കോസ്മിക് എനർജി നമ്മുടെ ദേഹത്ത് വരുന്നുണ്ട്. അപ്പം ഫിസിക്കൽ എയിൽമെൻറ്റ്സ്, അതായത് ദേഹരീതിയായിട്ടുള്ള അസുഖങ്ങളൊക്കെ മാറുന്നു, മനോരീതിയായിട്ടുള്ള അസുഖങ്ങളൊക്കെ മാറുന്നു. മനപ്രയാസം, ആൻസൈറ്റി, ഡിപ്രഷൻ എന്ന് വേണ്ട എല്ലാ നെഗറ്റിവിറ്റിയും നമ്മളെ വിട്ടുപോകും. അപ്പം മെഡിറ്റേഷനാണ് നിങ്ങളുടെ ഫ്രണ്ട്. നിങ്ങളുടെ ഫ്രണ്ട് മെഡിറ്റേഷനാണ്, നിങ്ങളുടെ ഗൈഡ് മെഡിറ്റേഷനാണ്, നിങ്ങളുടെ ഗുരു മെഡിറ്റേഷനാണ്. ഇത് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു കാമധേനുവാണ്, കൽപ്പവൃക്ഷമാണ്. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ കേട്ടാലും തരാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ് ഈ മെഡിറ്റേഷൻ. അതുകൊണ്ട് എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യൂ എന്നാണ് സ്വാമി മുക്താനന്ദ നമ്മളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ആവശ്യപ്പെടുന്നത്. അപ്പം ഇനിയും നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയൊക്കെ ബുക്കുകൾ വായിക്കുമ്പം നമ്മൾ റെഗുലർ അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ റെഗുലർ ആവണം എന്നുള്ള ഒരു തോന്നൽ വരും. അതുമാത്രമല്ല, ഇങ്ങനത്തെ ബുക്സുകളൊക്കെ എപ്പോഴും വായിക്കണം. എന്നുവെച്ചാൽ നമ്മളുടെ ഇപ്പം രാവിലെ എണ്ണിച്ചാൽ രാത്രി വരെ നമ്മളെല്ലാം ഓട്ടപ്പാഴ്ചല്ലാണല്ലോ. അതിൽ ലാസ്റ്റ് ബെഞ്ച് എന്ന് വെച്ചാൽ ഒടുക്കലത്തെ കാര്യമാണ് ഈ മെഡിറ്റേഷനും സാധനകളും ഒക്കെ. എന്താന്ന് വെച്ചാൽ നമ്മളുടെ പ്രൈവറ്റ് ടൈം, എനിക്കിന്ന് ഒരു സമയം ഒതുക്കണം. ആ എനിക്കിന്ന് ഒതുക്കുന്ന സമയം എപ്പോഴായിരിക്കണം? പ്രിഫറബിളി ബ്രഹ്മമുഹൂർത്തത്തിലായിരിക്കണം. നമ്മുടെ വീട്ടിൽ മറ്റവരെല്ലാം ഉറങ്ങുമ്പം, അല്ലെങ്കിൽ മറ്റവരെല്ലാം എണീക്കുന്നതിന് മുമ്പേ നമ്മളുടെ പ്രൈവറ്റ് കാര്യങ്ങളായ ഈ മെഡിറ്റേഷനും ഈ സാധനങ്ങളും ഒക്കെ ചെയ്ത് തീർക്കണം. വൺസ് എല്ലാവരും ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് നടക്കത്തേയില്ല. അത് എനിക്ക് 100% എൻ്റെ അനുഭവത്തിലുള്ളതാണ്. 4 മണിക്ക് എണ്ണിക്കുന്നത് 5 മണിക്ക് എണ്ണിച്ചാൽ പകുതി കട്ട് ചെയ്യേണ്ടി വരും. 6 മണിക്ക് എണ്ണിച്ചാൽ നടക്കുകയില്ല. ഞാൻ പിന്നെ 6 മണിക്ക് മേളിലൊന്നും കിടക്കാറില്ല. 6 മണിക്ക് മേളിൽ എണ്ണിച്ചാൽ പിന്നെ നേരെ അവിടെ അമ്പലത്തിൽ പോകണം, അല്ലെങ്കിൽ അടുക്കളയിൽ പോകണം, കുളിക്കണം, എന്നാൽ ഒരു ചായ കുടിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കഴിക്കണം. അതിന് പിന്നെ ഒന്നും മെഡിറ്റേഷൻ ചെയ്യാൻ ഒക്കത്തില്ല. എന്നാൽ പിന്നെ 1 മണിക്കൂർ കാത്തിരിക്കണം. വെറും ഒരു ചായ കുടിച്ചാലേ 1 മണിക്കൂർ കാത്തിരിക്കണം മെഡിറ്റേഷൻ ചെയ്യാൻ. അല്ലെങ്കിൽ 2 ബിസ്ക്കറ്റും ഒരു ചായയും കൂടെ കുടിച്ചാൽ 2 മണിക്കൂർ കാത്തിരിക്കണം. എന്നാൽ പിന്നെ കുളിക്കാം, എന്നാൽ പിന്നെ അമ്പലത്തിൽ പോയിട്ട് വരാം, എന്നാൽ പിന്നെ വിശക്കും, ഉടനെ കഴിക്കും. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ വേണ്ട, വൈകുന്നേരം തീർച്ചയായിട്ടും ഞാൻ ചെയ്യും എന്ന് പറയും. ഇത് ഞാൻ ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്, എൻ്റെ അനുഭവത്തിലുള്ളതാണ് പറയുന്നത്. എന്നാൽ പിന്നെ ഇന്ന് വൈകുന്നേരം വിളക്ക് എത്തിക്കുന്നതിന് മുമ്പ് 4:30 ഇരിക്കണം എന്ന് പറയും. ആ 4:30 വരുമ്പം 3 മണിക്കായിരിക്കും ചോറ് ഉണ്ണുന്നത്. വയറ് ഹെവിയാണ്. അതുമാത്രമല്ല, ആ 4:30 5 ആകുമ്പോൾ ആരെങ്കിലും കയറി വരും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലി വരും. മെഡിറ്റേഷൻ പോകയാ, അത്രേ ഉള്ളൂ. മെഡിറ്റേഷനെ കുറിച്ച് ചിന്തിക്കത്ത് പോലുമില്ല. പിന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കണം, പിന്നെ വിളക്ക് കത്തിക്കണം, വിളക്ക് കത്തിച്ചാൽ പിന്നെ പൂജ ചെയ്യണം. അതിന് പിന്നെ ടയർഡാ. നാളെ തീർച്ചയായിട്ടും ഞാൻ രാവിലെ എണ്ണിക്കും, 4 മണിക്ക് എണ്ണിച്ചിരിക്കും. അങ്ങനെ എല്ലാ ദിവസവും ഈ പ്രസവ വൈരാഗ്യം എന്ന് പറയുന്ന പോലെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ സങ്കല്പിക്കുന്നുണ്ട്, പക്ഷേ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നില്ല.
അപ്പം അതിന് വേണ്ടി നമ്മൾ എക്സ്ട്രാ എഫേർട്ട് ഇട്ട് വേണം ചെയ്യാൻ. എന്നുവെച്ചാൽ നമുക്ക് ഈ ഡെയിലി റൊട്ടീൻ ചെയ്യാനുള്ള സമയവും അതിൻ്റെ ശീലവുമാണ് നമുക്കിപ്പോൾ ഉള്ളത്. രാവിലെ എഴുന്നേച്ച ഉടനെ അടുക്കളയിൽ കയറുക, അല്ലെങ്കിൽ കുളിക്കുക, പിന്നെ വിളക്ക് കത്തിക്കുക, പിന്നെ അടുക്കളയിൽ കയറുക, അടുക്കളയിൽ കയറിയാൽ പിന്നെ വെളിയിൽ വരാൻ മണി 12 ആകും. അപ്പം അതിനിടയ്ക്ക് നമുക്ക് നമ്മളുടെ പ്രൈവറ്റ് ടൈം, എനിക്കെന്ന് ഒരു സമയം ഓരോരുത്തരും കണ്ടെത്തി നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക. അതിനുള്ള ഫലം നമുക്ക് കിട്ടും. അതിനുവേണ്ടി ദൈവം നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈവൻ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ പോലും ആ ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. അപ്പം അതിനുവേണ്ടി നമ്മൾ ദൈവത്തിനെ പ്രാർത്ഥിക്കുക. ആ പ്രപഞ്ചം തന്നെ നമ്മളെ അനുഗ്രഹിക്കട്ടെ.